ഹായ് ഓൾ. ഒരു മാസവും ഒരു ദിവസവും എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ 7 മാസം കഴിയാറായിരിക്കുകയാണ്. ഒട്ടുമിക്ക വീഡിയോസിലും ഈ ഒരു ഫ്രെയിമിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. കുറച്ച് ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. രാവിലെ തന്നെ അമ്മാൾ സ്കൂളിൽ പോയി. അമ്മാളിനെ വിടാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, ഇരിക്കുന്ന ഓറഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്ക്, വന്നിട്ട് നിനക്ക് ജ്യൂസ് അടിച്ച് തരാമെന്ന്. കാരണം എന്തെന്നറിയോ, ഇന്ന് രാവിലെ ഇവിടെ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അമ്മാളിന് അത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കും അത്ര രസമായിട്ട് തോന്നിയില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് ജ്യൂസ് എങ്കിൽ ജ്യൂസ് എന്ന് വിചാരിച്ച് ഇരുന്ന് ഒരു 3-4 ഓറഞ്ച് ഞാൻ ആദ്യം വൃത്തിയാക്കി വെച്ചപ്പോൾ അമ്മ വന്ന് പറഞ്ഞു, ഇതൊരു അര ഗ്ലാസ് ജ്യൂസിന് പോലും ഇല്ല, ഇരിക്കുന്നത് നമുക്കിപ്പോൾ 7 മാസം കഴിയാറായതുകൊണ്ട് തന്നെ വയറ്റുപൊങ്കൽ എന്നൊരു ചടങ്ങ് നടത്തണം എന്നൊരാഗ്രഹം. സെക്കൻഡ് ബേബി ആയതുകൊണ്ട് തന്നെ ചടങ്ങുകളൊന്നും ഇല്ലയെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഈ പൊങ്കാല ഇടണമെന്ന് വിനീഷേട്ടന് നിർബന്ധം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് വേണം. സെറ്റ് സാരി ആണല്ലോ പൊങ്കാല ഇടുമ്പോൾ നല്ലത്. പുതിയതൊരെണ്ണം വാങ്ങുന്നതിനെപ്പറ്റി ഈ തൽക്കാലം അമ്മയുടെ കയ്യിൽ പുതിയൊരെണ്ണമുണ്ട്. അത്യാവശ്യം നല്ലതാണ്. ഒരു വട്ടം മാത്രം യൂസ് ചെയ്തിട്ട് അമ്മ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അമ്മയുടെ റൂമിൽ പോയി അലമാരിയിൽ നിന്ന് ഞാനിത് എടുത്ത് നോക്കി. നല്ല പുതിയതുപോലെ ഇരിക്കുന്ന സെറ്റ് സാരി. തൽക്കാലം നാളത്തെ ആവശ്യത്തിന് ഇത് മതിയാകും. അങ്ങനെ സെറ്റ് സാരിയൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും അമ്മ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും രാവിലെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണെന്ന് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. മാത്രമല്ല ഷുഗർ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാൻ ഡോക്ടർ പറഞ്ഞത് കാരണം ഒരു തുള്ളി മധുരം അമ്മ അതിൽ ആഡ് ചെയ്തിട്ടുമില്ല. എങ്കിലും കുടിക്കാതെ നിവൃത്തിയില്ല. കുറച്ചും കൂടി ഓറഞ്ച് ജ്യൂസ് ആ പാത്രത്തിൽ ഇരിപ്പുണ്ടെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞാനത് കേൾക്കാത്ത മട്ടിൽ അവിടുന്ന് എസ്കേപ്പായി. ഇനിയും കുടിക്കാൻ എനിക്ക് വയ്യ. പിന്നീട് ഞാൻ അയണിങ്ങിന് വേണ്ടിയിട്ട് പോയി. വീട്ടിലങ്ങനെ അയണിങ് ടേബിൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അമ്മയുടെ ബെഡും ബെഡ്ഷീറ്റുമാണ് കൂടുതൽ കംഫർട്ട്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണെന്ന് ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം. നമ്മുടെ ഷോപ്പിലേക്കുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിലേക്കല്ല, ഫ്ലവർ ഷോപ്പിലേക്ക് വേണ്ട പർച്ചേസിങ്ങിനാണ്. വർഷങ്ങളായിട്ട് നമ്മൾ അവിടുന്ന് തന്നെയാണ് കൂടുതലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഈ ബ്ലൗസൊക്കെ ഒന്ന് വാങ്ങണം. എല്ലാ ബ്ലൗസും ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് സാരിക്കുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ്. സാധാരണ ഈ ഡ്രസ്സ് തേപ്പൊന്നും എനിക്കങ്ങനെ പതിവുള്ള പണിയൊന്നുമല്ല. പിന്നെ ഇന്ന് അത്രയും ദൂരെയൊക്കെ പോകുന്നത് കൊണ്ടും ഡ്രസ്സ് എടുത്തപ്പോൾ ചുളുങ്ങി ഇരുന്നത് കൊണ്ടും ഞാനങ്ങ് തേച്ചെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ടോപ്പെല്ലാം തേച്ച് കഴിഞ്ഞ് വിനീഷേൻ്റെ ഒരു ഷർട്ടും തേച്ചിട്ടിട്ട് നമ്മൾ റെഡിയാകാനായിട്ട് പോവുകയാണ്. ശരിക്കും ഇന്നലെ നൈറ്റാണ് ഞാൻ പറയുന്നത്, ഇനി 7 മാസം തീരാൻ 7 ദിവസം കൂടി ഉള്ളൂ, എത്രയും പെട്ടെന്ന് പൊങ്കാല നടത്തണം, ഇല്ലെങ്കിൽ പിന്നെ നടക്കൂലെന്ന്. അങ്ങനെ വിനീഷേട്ടൻ തന്നെ തീരുമാനിച്ചാണ്, എങ്കിൽ പിന്നെ നാളെ തന്നെ നടത്താമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഡ്രസ്സ് റെഡിയാക്കണ്ടേ. സെറ്റ് സാരി എവിടെ നിന്ന് വേണമെങ്കിലും റെഡിയാക്കാം, പക്ഷേ അതിനുള്ള ബ്ലൗസോ റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒട്ടും വയറ് തോന്നിക്കാറേ ഇല്ല, ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നല്ല രീതിയിൽ വയറ് തോന്നിക്കാറുണ്ടെന്ന്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം ഇട്ട ആ നൈറ്റിയിൽ എനിക്ക് വയറ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൽ എനിക്ക് അത്യാവശ്യം വയറുണ്ട്. 7 മാസത്തിലെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതും ഇത് തന്നെയാണ്. 7 മാസത്തിലെ വയറല്ലല്ലോ, ഇനിയിപ്പോൾ 19-ാം തീയതി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാം. ഡോക്ടർ പറഞ്ഞത് ഷുഗർ അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് വെയിറ്റ് ഇത്തിരി കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ടെന്നാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഷുഗറൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഷുഗർ സ്കിപ്പ് ചെയ്തേക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടല്ല, കുറച്ച്. അതാണ് ഓറഞ്ച് ജ്യൂസിൽ ഷുഗർ ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതാവും നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും നടക്കണമെന്ന്. 15 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും നടക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മിക്ക ദിവസവും ഞാനത് നടത്താറില്ല. പക്ഷേ ഇപ്പോൾ 7-ാം മാസത്തിൽ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാകും നല്ലതെന്ന് തോന്നി. 6 മാസം തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ദിവസം ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഓക്കെ ആയി. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഇരുന്നുറങ്ങേണ്ട അവസ്ഥ വരുമെന്നാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്തിരി നേരത്തെ പോകണമെന്ന് വിനീഷേട്ടൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. പക്ഷേ പുള്ളി ഇതുവരെ കണ്ടില്ല. ഒരുങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പുള്ളി ആഹാരമൊക്കെ കഴിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങണം. വീഡിയോ എടുക്കുകയാണെന്ന് അറിയാണ്ടുള്ള വരവാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ വിനീഷേട്ടൻ്റെ ഒരുക്കവും എൻ്റെ ഒരുക്കവും കഴിപ്പും എല്ലാം കഴിഞ്ഞ് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പണിയായുധങ്ങൾ എല്ലാം എടുത്ത് ഞാൻ വിനീഷേട്ടനെ ഏൽപ്പിച്ച് അങ്ങനെ നമ്മൾ
ഇറങ്ങാനായിട്ട് പോവാണ്. ഇന്ന് അമ്മ വീട്ടിലൊറ്റയ്ക്കാണ്. അതിൻ്റെ ഒരു വിഷമം അമ്മയുടെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പുറപ്പെട്ടു. അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് എന്താ ഇത്രയും തിരക്കെന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് സംസാരിക്കുകയും ചെയ്തു. ഇനി ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തി. ചങ്ങനാശ്ശേരിയിലെ ഈ ഷോപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എറണാകുളം ബ്രോഡ്വേയിൽ എത്തിയ രീതിയാണ്. ഇത്രയും വലിയ ഹോൾസെയിൽ ഷോപ്പ് എന്താണ് ഈ ഒരു ഷോപ്പിൽ ഇല്ലാത്തതായിട്ട് ഒരു സാധനവും ഇല്ല കേട്ടോ. എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഈ ഫ്ലവർ ഷോപ്പിലൊന്നും മാത്രമല്ല, നമുക്കൊരു ഈവൻറ്റിന് വേണ്ട സാധനങ്ങളായാലും ഹോം ബേക്കേഴ്സിന് വേണ്ട കാര്യങ്ങളായാലും താഴെ ഇതിൻ്റെ തന്നെ ഫാൻസി ഷോപ്പുണ്ട്. ഇതെല്ലാം ഹോൾസെയിൽ സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു കെട്ട് സാധനം വിനീഷേട്ടൻ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബില്ലിടുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ആൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറത്തേക്ക് പിന്നെ വിനീഷേട്ടനെ നമുക്ക് കാണാനേ പറ്റില്ല. ഓടി നടന്ന് സാധനങ്ങൾ പെറുക്കും. ഇപ്രാവശ്യം എന്തോ ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് വന്ന് കറക്റ്റായിട്ട് എടുക്കുന്നത് കൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു കെട്ട് സാധനങ്ങളും വാങ്ങിച്ച് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ പർച്ചേസിങ് ശുഭമായിട്ട് അവസാനിച്ചു. ഇന്നത്തെ ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ